അതിജീവിതകൾക്ക് പിന്തുണ കിട്ടുന്നില്ലെന്ന് പാർവതി തിരുവോത്ത്. പരാതി നൽകാൻ പലരും മുന്നോട്ട് വരാത്തത് അതുകൊണ്ട്. പരാതി പറഞ്ഞാൽ അവസരം നഷ്ടമാകുന്നു. അമ്മ സംഘടന മാറ്റത്തിന് വിധേയമാകണമെന്നും പാർവതി ന്യൂസ് 18നോട്. പാലക്കാട് പരാജയത്തിന്റെ ആഘാതത്തിൽ BJP പരസ്യ വിമർശനവുമായി നേതാക്കൾ. സി കൃഷ്ണകുമാർ പ്രവർത്തന ശൈലി മാറ്റണമെന്ന് N ശിവരാജൻ. ശൈലി മാറ്റണം. കാരണം രാഷ്ട്രീയ പ്രവർത്തകൻ സ്റ്റേജിലും അല്ല വേണ്ടത്. അടിത്തട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അടിത്തട്ടിലെ പ്രവർത്തനത്തോട് തോളുകയാണ്. വോട്ട് ചോർച്ച ഉണ്ടായത് ഗൗരവമായി പരിശോധിക്കണമെന്ന് സന്ദീപ് വാചസ്പതി. ഒന്നും അറിയില്ലെന്ന് വി മുരളീധരൻ. അതിർത്തിയിൽ CPI തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പാളിയെന്ന് വിലയിരുത്തൽ. വടകര ഡീലിന്റെ തുടർച്ചയാണ് പാലക്കാട്ടെന്ന് AK ബാലൻ. ഉദ്ദേശം മുരളിയെ ലോകസഭയിലേക്കും എത്തിക്കാൻ പാടില്ല, കേരള നിയമസഭയിലേക്കും എത്തിക്കാൻ പാടില്ല എന്നതാണ്. ഡീൽ എന്തെന്ന് വ്യക്തമാക്കണമെന്ന് സതീശൻ. ചേലക്കര കോൺഗ്രസിൽ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് പ്രാദേശിക നേതാക്കൾ. ചേലക്കര പരാജയം പരിശോധിക്കുമെന്ന് സതീശൻ. രമ്യ മികച്ച സ്ഥാനാർത്ഥിയായിരുന്നുവെന്ന് സുധാകരൻ. ജിഫ്രി തങ്ങൾ വിമർശനത്തിൽ PMA സലാമിനെ തള്ളി കുഞ്ഞാലിക്കുട്ടി. സലാം പറഞ്ഞത് പാർട്ടി നിലപാടല്ല. CPM-നെ വിമർശിച്ചും UDF-നെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നാവിസ്. ഝാർഖണ്ഡിൽ ഹേമന്ത് സോറൻ. മഹാരാഷ്ട്രയിലെ പരാജയം അമ്പരപ്പിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ ലീഡിലേക്ക്. ജയ്സ്വാളിന് സെഞ്ചുറി, രാഹുലിന് അർദ്ധ സെഞ്ചുറി. IPL മെഗാ താരലേലം ഇന്ന് 3 മണിക്ക്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അതിജീവിതകൾക്ക് പിന്തുണ കിട്ടാത്തതുകൊണ്ടാണ് സിനിമയിലെ ചൂഷണങ്ങളെക്കുറിച്ച് പരാതി നൽകാൻ പലരും മുന്നോട്ട് വരാത്തതെന്ന് നടിയും WCC അംഗവുമായ പാർവതി തിരുവോത്ത്. പ്രമുഖരായ നടിമാർ ആരും എന്തുകൊണ്ട് സ്വന്തം അനുഭവങ്ങൾ പരാതിയായി ഉന്നയിക്കുന്നില്ല എന്നതിന് അതാണ് കാരണം. നിയമപരമായോ അല്ലാതെയോ ശരിയായ പിന്തുണ കിട്ടാറില്ല. മാധ്യമ വിചാരണയ്ക്ക് ശേഷം തുറന്നു പറയുന്നവർക്ക് സിനിമയിലെ അവസരങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. അതിജീവിതകളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും വരെ ഒറ്റപ്പെടുത്തുന്നു. പലരും പരാതിയിൽ പിൻവാങ്ങേണ്ടി വരുന്നത് ഈ സാഹചര്യം കൊണ്ടാണ്. അതിജീവിതകൾക്ക് നീതി കിട്ടിയ ചരിത്രം മുന്നില്ലാത്തതുകൊണ്ടാണ് സിനിമാ മേഖലയിലെ പലരും മോശം അനുഭവങ്ങളുമായി കേസിന് പോകാൻ തയ്യാറാകാത്തതെന്നും പാർവതി ന്യൂസ് 18 Q18-ൽ പറഞ്ഞു. ഇപ്പോൾ സിദ്ദിഖിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ളൊരു തെളിവായിട്ട് വന്നത്. അതിനകത്തൊരു അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ കുറഞ്ഞപക്ഷം മീഡിയക്കെങ്കിലും ഉണ്ടായിരുന്നു. അതുണ്ടായില്ല. 2 ആഴ്ചയോളം അറസ്റ്റ് നീണ്ടുപോയി. അല്ലെങ്കിൽ അതങ്ങനെ നീട്ടിപ്പോകുമ്പോൾ ഇത് മനഃപൂർവ്വം അറസ്റ്റ് വൈകിച്ചതാണോ, അന്വേഷണ സംഘത്തിന് പാളുന്നതാണോ? അപ്പം ആ തരത്തിലുള്ള ഒരു സംശയമൊക്കെ ആൾക്കാർ ഈ പറയുന്ന പോലെ പണിഷ്മെൻറ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിലും അത് പ്രോപ്പറായിട്ടല്ലല്ലോ. എവിടെയൊക്കെയോ ഒരു ലൂപ്പ് ഹോൾസ് ആരോ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കുന്നതാണോ? I think your concern is answering itself actually. ഇതൊക്കെ നമുക്കുള്ള അതേ കൺസേൺസ് ആണ്. പക്ഷെ മൈ കൺസേൺ ഫോർ സർവൈവേഴ്സ് എവിടെ അറിയോ? മീഡിയയിൽ വന്നിട്ട് പേര് തുറന്നു പറയൂ എന്ന് പറഞ്ഞ് അവർക്ക് ഒരു കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരം സ്പേസിലേക്ക് അവർ ചെന്ന് കഴിഞ്ഞ് പിന്നെ അവർക്കത് there is no follow up there. There is no support system there. These women have lost work after that. അവർ പിന്നെ അവരുടെ ചുറ്റും അവർ ജീവിക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ അവരുടെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് അവർ അണ്ടർഗോ ചെയ്യുന്ന ഒരു ഔട്ട്കാസ്റ്റ് ആക്കി മാറ്റുന്ന അതൊന്നും നമ്മൾ അറിയുന്നില്ല. ബിക്കോസ് ഇതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മൾ കാണുന്നില്ല. വെർ യു പ്രൊട്ടക്ടിങ് ദ സർവൈവർ ഓൾസോ. ഇഫ് യു ആർ ആസ്കിങ് ഓൾ ദിസ് ഇൻഫർമേഷൻ, ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദം ടു എ ഗുഡ് ഡിഗ്രി. നമുക്ക് ഐ തിങ്ക് ഇത് കഴിഞ്ഞ 7 വർഷത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വൺ ഓഫ് ദ ബിഗസ്റ്റ് തിങ്സ് ഇതിൽ ഏറ്റവും വലിയ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ ഇതുവരെ സർവൈവറിന് ജസ്റ്റിസ് കിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും ഞാൻ ചോദിച്ചതാണ്, നിങ്ങൾ ഈ ഒരു ആവശ്യം ചോദിക്കുമ്പോൾ സർവൈവേഴ്സ് പുറത്ത് വന്ന് പേര് പറയൂ എന്ന് ചോദിക്കുമ്പോൾ ടെൽ മീ വൺ എക്സാമ്പിൾ വെയർ ജസ്റ്റിസ് ഹാസ് ബീൻ സെർവ്ഡ്.
അതും കൂടെ ഒന്ന് പറയണമല്ലോ, അത് കാണിക്കണമല്ലോ. അല്ലെങ്കിൽ forget justice served, ആ സർവൈവറിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഇത്തരം കംപ്ലയിൻസുമായിട്ട് പുറത്തു വരുന്നത് ലോട്ട് ഓഫ് ജൂനിയർ ആർട്ടിസ്റ്റുമാർ. അപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്രമുഖ നടി പോലും ഇത് തുറന്നു പറഞ്ഞില്ല എന്നുള്ളതിൻ്റെ ആൻസർ ആണോ നേരത്തെ പാർവതി പറഞ്ഞത്? അതായത് അങ്ങനെ പറഞ്ഞാൽ nobody will be there to protect her. I genuinely believe there will be nobody to protect her. I don't think there is enough system in place. വളരെ എമ്പത്തിയോടെയും അത് ഹാൻഡിൽ ചെയ്യാൻ മീഡിയയും ഇപ്പോഴും വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോഴും മീഡിയ ഡിസ്കഷൻ എന്ന് പറഞ്ഞ് ഇരുത്തിയിട്ട് ആ ഡിസ്കഷൻ്റെ പേരിൽ സർവൈവേഴ്സിനെ സ്ലട്ട് ഷെയിം ചെയ്യുന്ന ആൾക്കാരെ മീഡിയ ഡിസ്കഷനിൽ വിളിച്ചിരിക്കുമ്പം വാട്ട് ഈസ് ദ കോൺഫിഡൻസ് ദാറ്റ് ഈസ് ബീങ് ഏൺഡ് where we have to come and say the names? ഇതുവരെ ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ലെങ്കിലും ഹേമ കമ്മിറ്റി മൂവ്മെന്റ് കൃത്യമായ ദിശയിലാണെന്ന് പാർവതി തിരുവോത്ത് പറഞ്ഞു. 4.5 വർഷം റിപ്പോർട്ട് പുറത്തു വരാതിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന നിരാശാബോധം ഇപ്പോഴില്ലെന്നും പാർവതി വ്യക്തമാക്കി. സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നം ലൈംഗിക ചൂഷണം മാത്രമല്ല, ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ച നയരൂപീകരണത്തിൽ പ്രതീക്ഷയുള്ള ചർച്ചകൾ തുടരുകയാണെന്നും പാർവതി Q18 പറഞ്ഞു. 26 കേസ് രജിസ്റ്റർ ചെയ്തു, പക്ഷേ ഒരു അറസ്റ്റ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഹേമ കമ്മിറ്റി മൂവ്മെന്റിന് ശേഷം അല്ലെങ്കിൽ ആ മൂവ്മെന്റ് റൈറ്റ് ട്രാക്കിലാണെന്ന് ശരിക്കും കരുതുന്നുണ്ടോ? I think so. I think as long as it's on the track, it's the right track. മനസ്സിലായില്ലേ? അതായത് എനിക്ക് ട്രാക്കിലല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. ഒരു 4.5 വർഷം ഇത് ഒരു പൊടിയും പിടിച്ച ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ദാറ്റ് വാസ് ദ വേഴ്സ്റ്റ് ടൈം. ബിക്കോസ് ഇതിനകത്തുള്ള ഒരുപാട് ആസ്പെക്ട്സ്, സെക്ഷൽ ഹറാസ്മെന്റ് മാത്രമല്ല, ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ വർക്കേഴ്സ് റൈറ്റ്സ് എന്ന് പറയുന്ന അവേഴ്സ്, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തിന്റെ ഇതും അതിനനുസരിച്ചുള്ള പേയ്മെന്റ്, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷന്റെ ഇല്ലായ്മ, എന്താ പറയുക, സബ്സ്റ്റൻസ് അബ്യൂസിന്റെ ഇഷ്യൂസ്, ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് നിരവധി ആൾക്കാരുടെ ഒരു ഡേറ്റ പോയിന്റ് മിസ്സിംഗ് ആയിരുന്നു, ഒരു ഡേറ്റ സെറ്റ് മിസ്സിംഗ് ആയിരുന്നു. അതിനനുസരിച്ച് നമുക്ക് പോളിസി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞത് തെറ്റായ ട്രാക്കിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചത് മാധ്യമങ്ങളിൽ ഇതിലുള്ള സെക്ഷൽ ഹാരസ്മെന്റ് എന്നുള്ള ആസ്പെക്ട് മാത്രം ഡിസ്കസ് ചെയ്യുമ്പോഴാണ് എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ടോക്ക് അബൌട്ട്. അതൊരു ചെറിയ കാര്യമല്ല. പക്ഷെ ദി അതർ തിങ് ഇസ് വാട്ട് മേക്സ് ദ ഹോൾ പിക്ചർ. ഈ എക്സ്പ്ലോയിറ്റേഷൻ ഒരു വൺ പ്രോങ്ഡ് അറ്റാക്ക് അല്ല, ഇത് എല്ലാ വശത്തിൽ നിന്നും കൂടെ വരുമ്പോഴാണ് ഒരു അബ്യൂസ് പോസിബിൾ ആവുന്നത്. കോൺട്രാക്റ്റ് ഇല്ല, സേഫ് സ്പേസ് ഇല്ല, തുണി മാറാൻ ഇടമില്ല, സാനിറ്റേഷൻ ഇല്ല, പൈസ സമയത്തിന് കൊടുക്കുന്നില്ല, ടാക്സ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ TDS സർട്ടിഫിക്കറ്റ് ഇല്ല, സമയങ്ങൾക്കൊരു ക്യാപ്പ് ഇല്ല, ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയില്ല, എംപ്ലോയി റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള ഡെഫിനേഷൻ ഇല്ല, ഒരു വർക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ എന്താണെന്നില്ല. ഇതൊന്നും ഇല്ലാതെ വരുമ്പം ഇറ്റ്സ് വെരി ഈസി ഫോർ എനിവൺ ടു അബ്യൂസ് എനിവൺ. അമ്മ സംഘടന ഇനിയും ശരിയായ മാറ്റത്തിൽ തയ്യാറായില്ലെങ്കിൽ അതും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുമെന്ന് പാർവതി. ഇതുവരെ അമ്മയും ഇതിലെ ഭാരവാഹികളും നേതൃത്വവും സ്വീകരിച്ച നിലപാടുകൾ എന്താണെന്ന് ജനത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. ആരുടെയും കണ്ണിൽ ഇനി പൊടിയിടാനില്ല. ന്യൂസ് 18 Q18 പാർവതി വിമർശിച്ചത്. AMMA എന്ന സംഘടന ചിഹ്ന ഭിന്നമായി പോകുമ്പോൾ മോഹൻലാൽ രാജിവെക്കുന്നു, മമ്മൂട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അത് ഓക്കെ, ഞാനതിന് പാർവതിയോട് കമൻറ്റ് ചെയ്യാൻ പറയില്ല. പക്ഷേ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി ക്ലിയർ. എവറി ആക്ഷൻ ദാറ്റ് ഇസ് ബീങ് ടേക്കൺ, അതിപ്പോൾ കളക്റ്റീവ് എടുക്കുന്നതാണെങ്കിലും AMMA ആണെങ്കിലും FK ആണെങ്കിലും ആരുടെയും കണ്ണിൽ പൊടിയിടാൻ കഴിയില്ല ഇനി എന്നുള്ള സ്പേസിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്പേസ് എത്തിയിരിക്കുന്നത്. പിന്നെ പുതിയ ഭാരവാഹികൾ വരുന്നു എന്ന് കേൾക്കുന്നു. അത് ഇറ്റ്സ് എ ഗുഡ് തിങ്. ലെറ്റ് പീപ്പിൾ കം, ന്യൂ പീപ്പിൾ കം ആൻഡ് ചേഞ്ച് ദ സിസ്റ്റം. ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അതും വളരെ എക്സ്പോസ്ഡ് ആണ്. ഇതിന്റെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഫിലിം ഇൻഡസ്ട്രി വളരെ പബ്ലിക് അറീനയിൽ എക്സിസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. അത് പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് അറീനയിൽ നിൽക്കുന്നതിൽ നിന്ന് അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തത് കളക്റ്റീവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ, ഈ പ്രശ്നങ്ങളെ നമുക്ക് ഉള്ളിൽ പരിഹരിക്കാൻ പറ്റുന്നില്ല, സോ നമ്മൾ ഇനി പബ്ലിക്കിനോട് പറയാൻ പോവുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാര്യം ഉള്ളിൽ നിന്ന് പരിഹരിക്കാൻ എത്രയാണ് ശ്രമിച്ചത് നടക്കുന്നില്ല. ഇറ്റ്സ് ഫോളിങ് ഓൺ ഡെഫ് ഇയേഴ്സ്. സോ നൗ വി വിൽ എക്സ്പോസ്.
We will expose by saying that, hey, this is the issues. അതാണ് കളക്ടീവ് ചെയ്തിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ പരാതി പിൻവലിച്ചത് ഒറ്റപ്പെട്ടു പോയെന്ന മനോവിഷമത്തിലാണെന്ന് ആലുവ സ്വദേശിനിയായ നടി. ഭർത്താവ് പറഞ്ഞതുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. തനിക്കെതിരായ പോക്സോ കേസിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്നും കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ലെന്നും നടി പറഞ്ഞു. ഈ പരാതി പിൻവലിക്കാനുള്ള കാരണം എനിക്ക് പോക്സോ എനിക്കെതിരെയുള്ള ഒരു കള്ളക്കേസ് ആ പോലീസ് അന്വേഷിക്കട്ടെ എന്ന് വിചാരിച്ചു. പോലീസ് എന്നെ വിളിക്കും ഓർത്ത് ഞാനിരുന്നു. ഈ പോക്സോ എന്ന് പറഞ്ഞ കുട്ടീനെ തെളിവെടുക്കാൻ കൊണ്ടിട്ട് തെളിവൊന്നും കിട്ടിയിട്ടുമില്ല. ഒന്നുകിൽ എന്നെ അറസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എനിക്കെതിരെ കള്ളം പറഞ്ഞുണ്ടാക്കിയ ആ കുട്ടിക്കെതിരെ തക്കതായ നടപടിയെടുക്കണം. ഇപ്പൊ പിൻവലിക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ അത് തെറ്റായിട്ട് തോന്നുന്നതാണ്. ജനങ്ങളെല്ലാവരും നിന്റെ കൂടെ ഉണ്ട്, മീഡിയയും നിന്റെ കൂടെയുണ്ട്, പോലീസുകാരൊക്കെ നിന്റെ കൂടെ ഉണ്ട്. നിയമത്തിനെ നീ വിശ്വസിക്കുക. ജസ്റ്റ് വെയിറ്റ്. പോക്സോ കേസ് അവർ നന്നായിട്ട് അന്വേഷിച്ചിട്ട് അതിലൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കും. അത് നീ കിടന്ന് ഇപ്പോഴേ വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഇതിന്റെ പേരിൽ നീ ഈ കേസ് ഒരു കാരണവശാലും പിൻവലിക്കരുത്. കാരണം നീ ഒരുപാട് അനുഭവിച്ച് 15 വർഷം മുമ്പാണെങ്കിലും നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ ഒരുപാട് വിഷമിച്ച് ഈ നാട് വിട്ടു പോയതുമല്ലേ. അതൊക്കെ പെട്ടെന്ന് മറക്കാനും ആ വിഷമമൊക്കെ ഇപ്പോഴും ഉള്ളിലുള്ളതല്ലേ. ഇവരൊക്കെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഇവർ അനുഭവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും മുൻപോട്ട് പോകരുത്. കേസുമായിട്ട് മുൻപോട്ട് തന്നെ പോകണം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട്ടെ BJPയിൽ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ തുറന്നടിച്ച് ദേശീയ കൌൺസിൽ അംഗം N ശിവരാജൻ രംഗത്ത് വന്നു. നഗരഭരണത്തിനെതിരായ പ്രചാരണമാണ് തിരിച്ചടിക്ക് കാരണമെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം. പാലക്കാട്ടെ തോൽവി BJPക്കുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ ഭിന്നത രൂക്ഷമാണ്. സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി വിമർശിച്ചുകൊണ്ട് മുതിർന്ന നേതാവ് N ശിവരാജൻ രംഗത്ത് വന്നു. പബ്ലിക് വോട്ടുകൾ ജയിക്കുന്നുള്ള അന്തരീക്ഷം വന്നാൽ ഈ രാഷ്ട്രീയക്കാരല്ലാത്ത ഒരു രാഷ്ട്രീയമില്ലാത്ത ആൾക്കാർ ജയിക്കുന്ന സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നുണ്ട്. ആ വോട്ട് നമുക്ക് കിട്ടുമായി. സംസ്ഥാന നേതൃത്വത്തിനെതിരെ സന്ദീപ് വാചസ്പതി നേരത്തെ രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പ്രവർത്തിച്ചിട്ടും വോട്ട് കുറഞ്ഞത് പരിശോധിക്കണമെന്നായിരുന്നു സന്ദീപിന്റെ ആവശ്യം. എന്നാൽ സുരേന്ദ്രൻ നന്നായി പ്രവർത്തിച്ചു എന്നാണ് N ശിവരാജൻ പറയുന്നത്. നഗരഭരണത്തിനെതിരായ പ്രചാരണം തിരിച്ചടിയായെന്ന് സി കൃഷ്ണകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രാദേശികമായി വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട്. തന്റെ ശൈലി മാറ്റണമെന്ന് ശിവരാജന് തന്നോട് തന്നെ പറയാമായിരുന്നു എന്നാണ് കൃഷ്ണകുമാറിന്റെ മറുപടി. ശിവരാജൻ എൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എല്ലാ ദിവസങ്ങളും ഉണ്ടായിരുന്നു. എന്നോട് അങ്ങനെ വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ യാതൊരു പ്രശ്നമില്ലാത്ത ആളല്ലേ. എൻ്റെ കൂടെ കാലത്ത് 7 മണി തൊട്ട് രാത്രി 10 മണി വരെയുള്ളൂ. സംസ്ഥാനത്തെ തോൽവിയിൽ മൗനം പാലിക്കുകയാണ് മുൻ അധ്യക്ഷൻ വി മുരളീധരൻ. ഇവിടെ നടന്നതിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ മുരളീധരൻ ഒഴിഞ്ഞുമാറി. എല്ലാം സംസ്ഥാന അധ്യക്ഷൻ പറയും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉടൻ വരാനിരിക്കെയാണ് പാലക്കാട് നഗരപരിധിയിൽ ഇത്രയും വലിയൊരു തോൽവി BJPക്ക് ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെ പാർട്ടിയിൽ വലിയ ഭിന്നതയും. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് നഗരഭരണം എങ്ങനെ പിടിക്കും എന്ന ആശങ്ക BJP നേതൃത്വത്തിനുണ്ട്. പാലക്കാട് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ഇതിനിടെ നേതൃയോഗം വിളിച്ച് BJP 26-ന് കൊച്ചിയിലാണ് നേതൃയോഗം. BV വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, വലിയൊരു പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേതൃയോഗം. ഇപ്പോൾ തന്നെ പരസ്യമായി പല നേതാക്കളും രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. ഇതിനപ്പുറം പ്രതീക്ഷിക്കണം യോഗത്തിൽ? രഞ്ജിത്ത്, തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന BJP നേതാവ് സി രഘുനാഥിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളിലേക്ക് കൂടി ഇപ്പോൾ കാര്യങ്ങൾ കടക്കുകയാണ്. അതായത് ഇതുവരെ BJPയിൽ കാണാത്ത ഒരു ചേരിതിരിവിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന സൂചന. സി രഘുനാഥ് വി മുരളീധരന്റെ ഒപ്പമുള്ള ആളാണ്. വി മുരളീധരന്റെ പക്ഷത്തോട്, അതായത് സുരേന്ദ്രന്റെ ചേരിയോടൊപ്പം നിന്നതാണ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വിള്ളലുണ്ടായി എന്ന തരത്തിലുള്ള ചില സൂചനകളും വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. പൂർണ്ണമായും സുരേന്ദ്രന്റെ നിയന്ത്രണത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണം, അവിടെ സി രഘുനാഥിന്റെ പ്രവർത്തനം കാര്യക്ഷമമായില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ, നഗര കേന്ദ്രീകൃതമായി മാത്രം പ്രചരണം നടത്തി എന്ന സ്ഥാനാർത്ഥിയുടെ തന്നെ ആരോപണം, ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് മറ്റൊരു തർക്കത്തിലേക്ക്, മറ്റൊരു ചേരിതിരിവിലേക്ക് BJP നയിക്കുന്നുവോ എന്ന കാര്യമാണ്. മാത്രമല്ല, വി മുരളീധരൻ്റെ ഇന്നത്തെ പ്രതികരണം കൂടി ഏറ്റവും ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് മഹാരാഷ്ട്രയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുമായി ബന്ധപ്പെട്ട് താൻ അവിടെയായിരുന്നു, ഇവിടുത്തെ കാര്യങ്ങൾ പ്രസിഡന്റിനോട് ചോദിക്കണം എന്നതാണ്. അതായത് ഇതുവരെ ഒരുമിച്ച് ഒറ്റ ടീമായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായം പറയുന്നു. മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വി മുരളീധരന് എതിർപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ പിന്നീട് ഉണ്ടായോ തുടങ്ങിയ സംശയങ്ങൾ കൂടി ഉയർന്നു വരുന്നു. ആ തരത്തിലുള്ള ചർച്ചകൾ കൂടി സജീവമാവുകയാണ്.
സുരേന്ദ്രനെതിരെ നേരത്തെ തന്നെ വാളെടുത്തു നിന്ന കൃഷ്ണദാസ് പക്ഷമുണ്ട്. അവർ ഒന്നുകൂടി ശക്തിയാർജിക്കും. മാത്രമല്ല മറ്റൊരു ശാക്തിക ചേരി കൂടി BJP-യിൽ ഉദയം ചെയ്യുന്നുണ്ട്. അത് ഈ സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ നേതാക്കൾ, അവർക്ക് ഇപ്പോൾ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. നേരത്തെ തന്നെ അത് തുറന്ന് പറയുകയും ചെയ്തിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന നേതൃത്വം ഉടക്ക് വയ്ക്കുന്നു എന്നൊരു തോന്നൽ സുരേഷ് ഗോപിക്കൊപ്പമുള്ളവർക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളിൽ നിന്ന് തന്നെ അത് പ്രകടമാവുകയും ചെയ്തു. അദ്ദേഹം അഭിനയിക്കുമെന്ന് അദ്ദേഹം വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ പറയുന്ന നിലയ്ക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്തിരുന്നു. അവിടെയാണ് സുരേന്ദ്രനെതിരെയുള്ള പടപ്പുറപ്പാട് ഏത് നിലയ്ക്കാകും ഇനി ഉണ്ടാവുക എന്നത്. 26-ന് നേതൃയോഗം വിളിക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകും. മാത്രമല്ല ശിവരാജൻ്റെ ഇന്നത്തെ വാക്കുകൾ കൂടി ശ്രദ്ധിക്കണം. അത് കൃഷ്ണകുമാറിനെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിൽ കൂടിയും അത് ചെന്ന് തറയ്ക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് തന്നെയാണ്. സുരേന്ദ്രനെ പേരെടുത്ത് വിമർശിക്കുകയോ അല്ലെങ്കിൽ സുരേന്ദ്രനെ പ്രശംസിക്കുകയോ ചെയ്യുന്ന നേതൃത്വത്തിന് മറ്റ് പ്രശ്നങ്ങളില്ല. സുരേന്ദ്രൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് എന്ന് ശിവരാജൻ പറഞ്ഞു വെക്കുമ്പോഴും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതൃപ്തി പറയുന്നുണ്ട്. അത് ചെന്ന് കൊള്ളുന്നത് സുരേന്ദ്രനിലേക്ക് തന്നെയാണ്. കാരണം സുരേന്ദ്രൻ്റെ തീരുമാനമായിരുന്നു കൂടുതലായും കൃഷ്ണകുമാർ എന്ന പേരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ശോഭാ സുരേന്ദ്രനുമായുള്ള തർക്കങ്ങൾക്ക് നേരത്തെ ഒരു ശമനമുണ്ടായിരുന്നു. പക്ഷേ ഇനി കാര്യങ്ങൾ എങ്ങനെ മാറുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രഞ്ജിത്ത്. ശരി, VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട്ടെ പരാജയത്തിൽ ഇടതുമുന്നണിയിലും അസ്വാരസ്യങ്ങൾ. തന്ത്രങ്ങൾ പിഴച്ചുവെന്നും കൂട്ടായ തീരുമാനങ്ങൾ ഉണ്ടായില്ലെന്നുമാണ് CPIയുടെ അഭിപ്രായം. പെട്ടി വിവാദവും പത്രപരസ്യവും വേണ്ട രീതിയിൽ ഗുണം ചെയ്തില്ലെന്ന അഭിപ്രായം CPM-ലും ഉണ്ട്. SDPI, ജമാഅത്തെ ഇസ്ലാമി, UDF കൂട്ടുകെട്ടിലുണ്ടായ വർഗീയതയുടെ വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്നായിരുന്നു പാലക്കാട് തോൽവിയിൽ CPM-ന്റെ ആദ്യ പ്രതികരണം. എന്നാൽ അങ്ങനെ മാത്രം പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ കഴിയുന്ന പരാജയമല്ല ഉണ്ടായതെന്ന അഭിപ്രായവും മുന്നണിക്കുള്ളിൽ ശക്തമാവുകയാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ തൊട്ടതെല്ലാം പിഴച്ചെന്ന ചിന്ത CPM-നുള്ളിൽ തന്നെയുണ്ട്. പെട്ടി വിവാദം ഗുണം ചെയ്തില്ല. മാത്രമല്ല അത് അനുകൂലമാക്കാൻ UDF-ന് കഴിയുകയും ചെയ്തു. പത്രപരസ്യവും തിരിച്ചടിച്ചു. ന്യൂനപക്ഷ മേഖലയായ പിരായിരിയിൽ UDF-ന്റെ വൻ ലീഡ് വ്യക്തമാക്കുന്നത് അതാണ്. സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കാര്യമായ ചോദ്യങ്ങൾ ഉയരില്ലെങ്കിലും പാർട്ടി ചിഹ്നം ഇല്ലാതെ പോയത് തിരിച്ചടിയായി. പ്രത്യേകിച്ചും കണ്ണാടി ഉൾപ്പെടെയുള്ള ശക്തി കേന്ദ്രങ്ങളിൽ കൂടിയാലോചനകളും കൂട്ടായ ശ്രമങ്ങളും തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെന്ന പരാതിയാണ് പ്രധാന ഘടകകക്ഷിയായ CPIക്ക്. പെട്ടി വിവാദവും പരസ്യവുമൊക്കെ 2-3 ആളുകൾ മാത്രം എടുത്ത തീരുമാനങ്ങളാണെന്നാണ് CPIയുടെ അഭിപ്രായം. അതിന്റെ പാപഭാരം മുന്നണി മൊത്തത്തിൽ പേറേണ്ടി വരുന്നതിലും CPIക്ക് അമർഷമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇക്കാര്യങ്ങളിൽ തിരുത്തൽ വേണമെന്ന നിലപാടാണ് പാർട്ടിക്ക്. തെരഞ്ഞെടുപ്പ് ഫലം CPM നാളെ പ്രാഥമികമായി വിലയിരുത്തും. 1-ാം തീയതി CPIയുടെ നേതൃയോഗവും ചേരുന്നുണ്ട്. അതിനുശേഷം CPI അതൃപ്തി മുന്നണി നേതൃത്വത്തെ അറിയിക്കും. രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഒരു പരമ്പരയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പ്രത്യേകിച്ച് CPM സൃഷ്ടിച്ചത്. ആദ്യ പരീക്ഷണം ഡോക്ടർ P. സരിന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. അതിൽ വലിയ പരാജയമുണ്ടായില്ലെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ തന്ത്രങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് പെട്ടി വിവാദവും പത്രപരസ്യവുമൊക്കെ ആ രീതിയിൽ ഏഷ്യോ എന്ന കാര്യത്തിൽ CPM-ൽ സംശയങ്ങളുണ്ട്. ആ പരിശോധനകളായിരിക്കും, അതിൻ്റെ അവലോകനങ്ങളാകും ഇനിയുള്ള നാളുകളിൽ ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്നത്. പാലക്കാട് നിന്നും പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം VV അരുൺ, ന്യൂസ് 18. ചേലക്കരയിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിലും തർക്കം. സ്ഥാനാർത്ഥി നിർണയം പിഴച്ചതാണ് തോൽവിക്ക് കാരണമെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ പരാതി. തോൽവി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി. മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മുമ്പെങ്കും ഉണ്ടാവാത്ത തരത്തിലുള്ള പ്രചരണം നടത്തിയിട്ടും ചേലക്കരയിൽ തോറ്റു. എന്തു പറ്റിയെന്ന പരിശോധനയ്ക്കൊടുവിൽ ജില്ലാ നേതൃത്വം എത്തുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവിലേക്കാണ്. രമ്യ ഹരിദാസ് പരാജയമായിരുന്നു. പാർട്ടി അവതരിപ്പിച്ചതുകൊണ്ട് രമ്യ ഹരിദാസിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വ്യക്തിയെ വീണ്ടും മത്സരിപ്പിച്ചത് വീഴ്ചയായെന്നുമാണ് പ്രാദേശിക വികാരം. തോൽവി പരിശോധിക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നു. നേതൃത്വമല്ലേ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്, എല്ലാവരും ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചാണ്. അതൊക്കെ നമ്മൾ പരിശോധിക്കും, അതെല്ലാം പരിശോധിക്കും. എന്റെ കണക്ക് തെറ്റിയ സ്ഥലമാണ് ചേലക്കരയിൽ, ഞാനത് സമ്മതിച്ചല്ലോ. ഞാനൊരു 3000 വോട്ടിന്റെ വ്യത്യാസത്തിലെങ്കിലും ജയിക്കുമെന്ന് കരുതിയ ഇതാണ്. 2021 ഭൂരിപക്ഷം 10,000-ലേക്ക് കുറയ്ക്കാനായത് നേട്ടമെന്ന് KPCC നേതൃത്വം പുറമേക്ക് അവകാശപ്പെടുന്നു. പക്ഷേ ഇടതുപക്ഷത്തിന് നഷ്ടമായ വോട്ടുകളുടെ പകുതിക്ക് BJPയും പങ്കുപറ്റിയിട്ടുണ്ട്. ഇടതുപക്ഷം 38 കൊല്ലം അല്ലേ, 38 കൊല്ലം CPM-ന്റെ കയ്യിൽ വെച്ചൊരു കോൺസ്റ്റൻസിയാണ് നിങ്ങൾ ഓർക്കണം. മനസ്സിലായോ? ആ കോൺസ്റ്റൻസിന്റെ അകത്ത് അവർ കഴിഞ്ഞ തവണ ജയിച്ചത് 38 സംതിങ് ഇങ്ങനെ ജയിച്ചത് ആ കോൺസ്റ്റൻസിയിൽ അവര്. അതാണ് ഇപ്പോ പത്ര കിട്ടിയ 12,000 അല്ലേ, 12,000 വോട്ടിലേക്ക് താണത്.
വി ഡി സതീശൻ നേരിട്ടാണ് ചേലക്കരയിൽ പ്രചരണം നയിച്ചത്. പാലക്കാട്ടെ വലിയ വിജയത്തിന് അവകാശവാദമുയർത്തുന്നവർക്ക് ചേലക്കരയിലും ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ചയില്ലെങ്കിൽ സ്ഥാനാർത്ഥി പോരാ എന്ന നിഗമനത്തിലേക്ക് നേതൃത്വം എത്താനാണ് സാധ്യത. ഇതിനിടെ തൃശൂരിലെ പാർട്ടിയിലെ വീഴ്ചയും ചർച്ചയിലുയരുന്നു. നേതൃത്വം ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഒരു വർഷം കൊണ്ട് തൃശൂർ ജില്ല 20 വർഷം മുമ്പ് അവിടുത്തെ UDF എന്തായിരുന്നു ആ സ്ഥിതിയിലേക്ക് ഒരു വർഷം കൊണ്ട് തൃശൂരിനെ മാറ്റും. ഇപ്പൊ സംഘടനാ ദൗർബല്യവും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നത് ഞാൻ സമ്മതിക്കുന്നു. പാലക്കാട്ടെ വൻ വിജയവും ചേലക്കരയിലെ തോൽവിയും വിലയിരുത്താൻ KPCC യോഗവും മുന്നണി യോഗവും ഉടൻ ചേരുന്നുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തന്ത്രങ്ങളുടെ മുന്നൊരുക്കവും ചർച്ചയാവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വടകരയിലും വടകര ഡീലും SDPIയുടെ പിന്തുണയും വീണ്ടും ചർച്ചയാവുകയാണ്. വടകര ഡീലിന്റെ തുടർച്ചയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ആരോപിച്ചു. UDF RSS ഡീലിന്റെ പാലമായി സന്ദീപ് വാര്യർ പ്രവർത്തിച്ചു. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സഹായം UDFിൽ ലഭിച്ചതായും AK ബാലൻ പ്രതികരിച്ചു. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും UDFിനൊപ്പം നിർത്താനുള്ള ശ്രമമാണ് ലീഗ് നടത്തിയതെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ വിമർശനം. വടകരയ്ക്ക് പിന്നാലെ പാലക്കാടും UDF ജയിച്ചതോടെ ഡീൽ ആരോപണം ഉന്നയിക്കുന്നവർ തന്നെ ഉത്തരം പറയണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. വടകര ഡീലിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പറഞ്ഞു. ഇതിന്റെ ഉദ്ദേശം മുരളിയെ ലോകസഭയിലേക്കും എത്തിക്കാൻ പാടില്ല, കേരള നിയമസഭയിലേക്കും എത്തിക്കാൻ പാടില്ല എന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുക്കുക. ആ ജമാഅത്തെ ഇസ്ലാമി അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന SDPI, അവരുടെ വളണ്ടിയർ വിഭാഗമായ പോപ്പുലർ ഫ്രണ്ട്, ഇതെല്ലാം UDFിനോടൊപ്പമല്ലേ? UDFിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള മുസ്ലിം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഗൗരവത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം. അതായത് വടകര ഞങ്ങളെ ജയിപ്പിച്ച് പാലക്കാട് BJP കൊടുക്കാതാന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഞങ്ങൾ വടകരയിൽ 1.5 ലക്ഷം വോട്ട് ജയിച്ചു, ഇവിടെ 18,000 വോട്ട് ജയിച്ചു. അതെന്തിനില്ല? അതൊക്കെ പറഞ്ഞവരെ മറുപടി പറഞ്ഞിട്ട് പോകും. ഞങ്ങൾ ആരും അവരെ പിന്തുണക്ക് പോയിട്ടില്ല, അവരാരും ഇങ്ങോട്ടും വന്നിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു വോട്ട് ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ആരും ചെയ്യും, സ്വാഭാവികമാണ്. അത് നമ്മൾ രാഷ്ട്രീയ എതിരാളികളിൽ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അങ്ങനെയുണ്ട്. 1 പോലെ ആവില്ല 2, 2 പോലെ ആവില്ല 3. പാലക്കാട്ടെ തോൽവിക്ക് ശേഷം വടകര ഡീൽ ആരോപണം വീണ്ടും പൊടിതട്ടിയെടുക്കുകയാണ് CPM. പക്ഷേ നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങി പുതിയ ആരോപണമാണ് വടകര ഡീലിന്റെ പേരിൽ ഇപ്പോൾ ഇടത് നേതാക്കൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലം പാലക്കാട് നിന്ന് വടകര മത്സരിക്കാൻ വന്ന ഷാഫി പറമ്പലിനായി BJP വോട്ട് മറിക്കും, ജയിപ്പിക്കും. അങ്ങനെ ഒഴിവ് വരുന്ന പാലക്കാട് നിയമസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJPക്ക് വോട്ട് ചെയ്യും. ഇതായിരുന്നു വടകര ഡീൽ എന്ന പേരിൽ CPM നേതാക്കൾ ഉന്നയിച്ച ആരോപണം. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇതേ ആരോപണം ഉന്നയിക്കപ്പെട്ടു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതോടെ CPM ആരോപണം മാറ്റിപ്പിടിക്കുകയാണ്. ഇപ്പോൾ വടകര ഡീലിനെ കുറിച്ച് ഇങ്ങനെയാണ് വിശദീകരണം. വടകര ഡീലിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പറഞ്ഞു. ഇതിന്റെ ഉദ്ദേശം മുരളിയെ ലോകസഭയിലേക്കും എത്തിക്കാൻ പാടില്ല, കേരള നിയമസഭയിലേക്കും എത്തിക്കാൻ പാടില്ല എന്നതാണ്. മുസ്ലിം സംഘടനകളായ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസിന് വോട്ട് ചെയ്തതുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചതെന്ന വാദവും CPM ഉന്നയിക്കുന്നുണ്ട്. ഹിന്ദു മുസ്ലിം വർഗീയ കക്ഷികൾ എങ്ങനെയാണ് ഒരുപോലെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് എന്ന യുക്തിക്ക് പ്രസക്തിയില്ല. ക്ലിസ്റ്റർ ക്ലിയർ സന്ദീപ് വാര്യരെ ഒറ്റ ദിവസം കൊണ്ട് വീണ്ടും വർഗീയവാദിയാക്കിയ നേതാക്കളാണ്, പാർട്ടിയാണ്. കഥയിൽ ചോദ്യമില്ല. അതേസമയം BJP ഡീലിനേക്കാൾ മുസ്ലിം സംഘടനകൾക്കാണ് കോൺഗ്രസിൻ്റെ പിന്തുണ എന്ന വാദം വ്യാപകമായി ഉന്നയിക്കാനാണ് CPM തീരുമാനം. വരും ദിവസങ്ങളിൽ ഈ ആരോപണം കൂടുതൽ നേതാക്കൾ ഏറ്റുപിടിക്കും. കൂടുതൽ മുസ്ലിം നേതാക്കൾക്കെതിരെ വിമർശനവും വരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി എടുത്ത തീരുമാനമാണിത്. ന്യൂനപക്ഷ വോട്ടുകളേക്കാൾ ഹിന്ദു വോട്ടുകളിലാണ് അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ CPMന്റെ കണ്ണ്. ജിമ്മി ജെയിംസ്, ന്യൂസ് 18. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് നേതാക്കൾക്ക് ഒപ്പമാണ് രാഹുൽ പുതുപ്പള്ളിയിൽ എത്തിയത്. ഉമ്മൻചാണ്ടിയുടെ കല്ലറ വൈകാരിക അടുപ്പമുള്ള ഇടമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പോസിറ്റീവായും നെഗറ്റീവായും സംഭവിക്കുമ്പോഴും ആദ്യം ഓർക്കുന്നതും ഓർക്കാൻ ആഗ്രഹിക്കുന്നതുമായ പേര് സാറിൻ്റെതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ വരുമ്പോഴെല്ലാം, ഇവിടെ വരാത്തപ്പോഴുമെല്ലാം അത് തന്നെയാണ് മനസ്സിൽ. പാലക്കാട് ഒരു വലിയ മിന്നും ജയം തന്നെയായിരുന്നു അത്. സാറ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം വിശ്വണ്ണ കിട്ടിയൊരു ഭാഗ്യമുണ്ട്. വിശ്വണ്ണൊക്കെ ജയിക്കുമ്പോൾ ആദ്യം പറയാൻ സാറുണ്ടായിരുന്നു,
അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വിഷയത്തിനകത്ത് ഒരു നിർഭാഗ്യവാനാണ്. കാരണം എൻ്റെ വിജയം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മത്സരിപ്പിക്കുവാൻ പ്രസ്ഥാനം അവസരം തരുമ്പോൾ അതിനെ പ്രാപ്തനാക്കുന്നതിന് പിന്നിൽ ഒന്നാമതായി ഉണ്ടായിരുന്ന മനുഷ്യൻ ജീവിതത്തിലൊരു വലിയ വിജയം ഉണ്ടാകുമ്പോൾ ഇല്ല എന്നുള്ളത് ഒരു നിർഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ലീഗിന്റെ മറവിൽ SDPI പ്രവർത്തിക്കുമെന്ന് കരുതുന്നില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. SDPIയെ ശക്തമായി എതിർത്തിട്ടുള്ളത് ലീഗാണ്. വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടല്ല, പാലക്കാട്ടെ ജനങ്ങളെ വർഗീയത പറഞ്ഞ് പരിഹസിക്കരുത്. എതിരാളികൾ തോൽവി അംഗീകരിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. SDPIക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ലീഗല്ലേ. അപ്പോൾ ലീഗിനോടൊപ്പം SDPI ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്ന നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ SDPI ഏറ്റവും കൂടുതൽ എതിർക്കുകയും SDPI ഏറ്റവും കൂടുതൽ എതിർക്കുകയും ചെയ്ത മുസ്ലിം ലീഗിനെയാണ്. ആ ലീഗിനോടൊപ്പം SDPI കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശയല്ല. നിർണായക സമയത്ത് സരിൻ ചതിച്ചുവെന്ന് കെ സുധാകരൻ. സീറ്റ് മോഹിച്ചാണ് സരിൻ പോയത്. തിരിച്ചു വന്നാലും പാർട്ടിക്ക് വേണ്ട. സന്ദീപ് വാര്യർ വന്നത് പാർട്ടിക്ക് ഗുണം ചെയ്തുവെന്നും സുധാകരൻ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ പോക്കൊരു ചതിവാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്തു മത്സരിപ്പിച്ച ഒരാൾ, തോറ്റൊരാൾ, ഇത്തവണ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത് ഇലക്ഷന്റെ തലേന്നാണ് അങ്ങോട്ടേക്ക് ചാടുന്ന ഒരാളെ എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ കൂടെ നിർത്തും? പറയും. ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വേണ്ടെന്ന് പറയുന്നത്. കോൺഗ്രസ് എന്ന് പോയവരെ തിരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊന്നും ഇതുപോലത്തെ ചതിവ് കാണിച്ചിട്ടില്ല. ഇതൊരു ചതിവാണ്. പ്രത്യേകിച്ചും വ്യക്തിപരമായി KPCC പ്രസിഡന്റോട് കാണിച്ച ചതിവാണ്. പാലക്കാട്ടെയും വയനാട്ടിലെയും തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ സമസ്ത അധ്യക്ഷനെ പരോക്ഷമായി വിമർശിച്ച് പുലിവാൽ പിടിച്ച് മുസ്ലിം സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. വിമർശനം ശക്തമായതോടെ താൻ ഉദ്ദേശിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയല്ല പിണറായി വിജയനാണെന്ന് പറഞ്ഞ് സലാം കൈകഴുകി. സലാം പറഞ്ഞത് പാർട്ടി നിലപാടല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇതിനിടെ CPMനെ വിമർശിച്ചും UDFനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതം രംഗത്ത് വന്നു. ബഹുമാനപ്പെട്ട പാലക്കാട് നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇതായിരുന്നു കുവൈത്തിൽ UDFന്റെ വിജയമാഘോഷിച്ചുകൊണ്ട് PMA സലാം ആദ്യം പറഞ്ഞത്. എന്നാൽ സമസ്തയുടെ പോഷക സംഘടനകൾ ഒന്നാകെ വിമർശനവുമായി വന്നതോടെ സലാം നിലപാട് മാറ്റി. താൻ ഉദ്ദേശിച്ചത് ജിഫ്രി മുത്തുക്കോയത്തങ്ങളെയല്ല, പിണറായി വിജയനെയാണ്. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ ഞാൻ ഒളിയം ചെയ്തു ആക്രമിച്ചു എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരവേല സത്യത്തിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ അപമാനിക്കാനാണ്. ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ചു. മറ്റൊരു പാർട്ടിയിൽ നിന്ന് കടന്നു വന്ന LDF സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത്. അതുകൊണ്ട് അയാൾ 3ാം സ്ഥാനത്ത് പോയി. വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് 3ാം സ്ഥാനത്ത് പോയത്. വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. ഏറെ വൈകാതെ PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമിന്റെ നിലപാട് തള്ളി രംഗത്തെത്തി. സലാം പറഞ്ഞത് ലീഗ് നിലപാടല്ല, ജിഫ്രി തങ്ങളെയല്ല ഉദ്ദേശിച്ചത് എന്ന് സലാം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരം പരാമർശങ്ങൾ ആര് പറഞ്ഞാലും എതിർക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. PMA സലാം അത് ഒരു വിധത്തിൽ നിഷേധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ആ നിലക്ക് ആളുകൾ ധരിക്കുന്നത് കൊണ്ട്, അതായത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആളുകൾ കരുതുന്നത് കൊണ്ട് അതൊന്നുകൂടി അടിവര ഇട്ട് പറയുകയാണ്. അതിനെ പാർട്ടി ഓൺ ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് സംസാരിച്ചു. തങ്ങളും അത് അങ്ങനെ പറയാനാണ് പറഞ്ഞത്. പാർട്ടി അത് പിന്നീട് ആലോചിക്കുകയും ചെയ്യും. മുസ്ലിം ലീഗ് സംസ്ഥ തർക്കം രൂക്ഷമാകാൻ നേരത്തെയും PMA സലാമിന്റെ പല നിലപാടുകളും തുറന്നുപറച്ചിലും കാരണമായിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് സംസ്ഥാന നേതാക്കൾ സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ച് രംഗത്തെത്തിയപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി നേരിട്ടാണ് മറുപടി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷം UDFനെ പുകഴ്ത്തിയും LDFനെ വിമർശിച്ചും സമസ്ത മുഖപത്രം സുപ്രഭാതം മുഖപ്രസംഗമെഴുതിയ അതേ സമയത്താണ് സലാം വീണ്ടും സമസ്ത വിവാദത്തിൽപ്പെടുന്നത്. സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തിയെന്നാണ് സുപ്രഭാതത്തിലെ വിമർശനം.
ഇത് മതേതര കേരളത്തിന്റെ മനസാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് ആഴമുള്ളതാണെന്നും അർഹിക്കുന്ന അവജ്ഞയോടെ ഈ പ്രചരണത്തെ ജനാധിപത്യ കേരളം തള്ളിയതായും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിജയം UDFന് വലിയ ആത്മവിശ്വാസം നൽകുമെന്നും മുഖപ്രസംഗത്തിലുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മഹാരാഷ്ട്രയിൽ ഫട്നാവിസ്, ഝാർഖണ്ഡിൽ സോറൻ. വൻഭൂരിപക്ഷത്തിൽ മഹാരാഷ്ട്രയിൽ ജയിച്ച മഹായുതിക്ക് മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുക എന്നത് സങ്കീർണമായ ദൗത്യമായിരിക്കുന്നു. BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അഗർ ദില്ലി മേ നരേന്ദർ, മുംബൈ മേ ദേവേന്ദർ. ഒരു പതിറ്റാണ്ട് മുമ്പ് BJP ഉയർത്തിയ മുദ്രാവാക്യം. ഡൽഹിയിൽ സർക്കാർ നരേന്ദ്രമോദി നയിച്ചാൽ മുംബൈയിൽ അത് ദേവേന്ദ്ര ഫട്നാവിസ് നയിക്കും. മഹാരാഷ്ട്രയിൽ മഹായുതി 235 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരണം തുടരുമ്പോൾ മുഖ്യമന്ത്രി കസേരയുടെ യഥാർത്ഥ അവകാശി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ. സ്മാർട്ട് പോൾ മാനേജ്മെന്റിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഫട്നാവിസ് ദൃഢനിശ്ചയത്തോടെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആസൂത്രണം ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയിൽ നിന്ന് തിരിച്ചുവരാനുള്ള പോരിനെ ധർമ്മയുദ്ധം എന്ന് വിശേഷിപ്പിച്ച് മുന്നിൽ നിന്ന് നയിച്ചു. 132 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയപ്പോൾ പാർട്ടിയുടെയും മുന്നണിയുടെയും മുഖമായിരുന്നു ഈ നാഗപ്പൂരുകാരൻ. എന്നാൽ എപ്പോഴും രാഷ്ട്രീയ സ്ഥാനം കേവലം സംഖ്യകളെ അടിസ്ഥാനപ്പെടുത്തിയാകില്ല. മന്ത്രിസഭയിൽ തൽസ്ഥിതി നിലനിൽക്കണമെന്നാണ് ഏക്നാഥ് ഷിൻഡെ ക്യാമ്പ് ആവശ്യപ്പെടുന്നത്. ഏക്നാഥ് ഷിൻഡെ സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. അത് മുന്നണി മനസ്സിലാക്കുമെന്നും ശിവസേന വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മഹായുദ്ധിയുടെ ഉത്തരമിങ്ങനെ: വിഷമിക്കേണ്ട, ഞങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കും, എല്ലാ ഉപദേശവും സ്വീകരിക്കും. ശിവസേനയെയും പിന്നീട് NCPയെയും പിളർത്താൻ BJP കേന്ദ്ര നേതൃത്വത്തെ സഹായിച്ചത് ഫട്നാവിസ് തന്നെ. ഒരിക്കൽ മുഖ്യമന്ത്രിയായിരുന്നിട്ടും ഏക്നാഥ് ഷിൻഡെയുടെ കീഴിൽ ഉപമുഖ്യമന്ത്രിയായി നിൽക്കാനും സമ്മതിച്ചു. ദേശീയ നേതൃത്വം വിശ്വസ്തനായ ഒരു പാർട്ടി പ്രവർത്തകന്റെ ആ ത്യാഗവും വിധേയത്വവും ഇന്ന് തിരിച്ചറിയും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഫട്നാവിസ്. 2019 പാർട്ടിയുടെ ജനാദേശ് യാത്രയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിന്റെ രാഷ്ട്രീയ പ്രസ്താവന പ്രസിദ്ധമാണ്. മീ പുൻഹായൻ, ഞാൻ തിരിച്ചുവരും. തിരിച്ചുവരുമോ ഫട്നാവിസ്? ഇന്ന് മഹാരാഷ്ട്ര തിരിച്ചു ചോദിക്കുന്നു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ജാർഖണ്ഡിൽ സർക്കാർ രൂപീകരിക്കാനുള്ള തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യ സഖ്യം MLAമാർ യോഗം ചേർന്ന് JMM നേതൃത്വം നൽകുന്ന പുതിയ സർക്കാരിൽ കോൺഗ്രസിന് സുപ്രധാന സ്ഥാനങ്ങൾ ലഭിക്കും. ജാർഖണ്ഡിലെ ജനങ്ങൾക്ക് ആശംസകൾ അറിയിക്കുകയാണ് വിജയശ്രീലാളിതനായ JMM നേതാവ്. വരൂ, നമുക്കൊരുമിച്ച് നടന്ന് സുവർണ ജാർഖണ്ഡ് നിർമ്മിക്കാമെന്ന് പ്രതിജ്ഞയെടുക്കാം. വീണ്ടും മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന ഹേമന്ത് സൊറൻ ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഭരണഘടനയും ജനാധിപത്യവും ജയിക്കട്ടെയെന്ന് ഉദ്ഘോഷം. ജാർഖണ്ഡിൽ ചരിത്രം രചിക്കാൻ പോവുകയാണ് എന്നാണ് ഹേമന്ത് സൊറന്റെ പ്രഖ്യാപനം. അബുവ രാജ്, അബുവ സർക്കാർ, ഞങ്ങളുടെ ഭരണം, ഞങ്ങളുടെ സർക്കാർ എന്ന് പ്രഖ്യാപിച്ച് ഹേമന്ത് സൊറൻ ജനാധിപത്യത്തിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് അവകാശപ്പെടുന്നു. ജാർഖണ്ഡിൽ മന്ത്രിസഭ രൂപീകരണ നടപടികൾ ആരംഭിക്കുന്നതിനായി ഇന്ത്യ സഖ്യ MLAമാർ യോഗം ചേർന്നു. വിജയിച്ച MLAമാരുമായി മുന്നണി നേതാക്കൾ ആശയവിനിമയം നടത്തി. മന്ത്രിസഭ അഴിച്ചുപണിയെക്കുറിച്ച് MLAമാരുടെ അഭിപ്രായമനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന് മുൻ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് ഠാക്കൂർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ജനങ്ങൾ BJPയെ അകറ്റി നിർത്തിയെന്നും ഇന്ത്യ സഖ്യം സുഗമമായി സർക്കാർ രൂപീകരിക്കുമെന്നും രാജേഷ് ഠാക്കൂർ. निश्चित रूप से अभी बैठकों का दौर जारी है. अगर कहें तो हमारे जो ऑब्जर्वर्स आए हैं उनके साथ हमारी बैठक हो रही है. आदरणीय गुलाम अहमद मीर साहब हैं, तारिक अनवर साहब हैं, कृष्णा अल्लाह वेरू जी हैं, बट्टी मल्लू जी हैं और तमाम जो श्रीवेला प्रसाद जी हमारे सह प्रभारी हैं. सब लोग हम लोग मिलकर के तय कर रहे हैं कि कैसे क्या करना है और हम ये समझते हैं कि सारी चीजें जो है निश्चित हैं और सरकार बनना सुनिश्चित है. ജാർഖണ്ഡിൽ ജാഗ്രതയുള്ള പ്രതിപക്ഷമാകുമെന്ന് BJP. ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമെന്ന നിലയിൽ ഹേമന്ത് സർക്കാരിന് ക്രിയാത്മകമായ പിന്തുണ നൽകുമെന്നും BJP വക്താവ് പ്രബുൽ ഷാദേവ്. JMMന്റെ വിജയത്തിൽ ഹേമന്ത് സൊറനെ അഭിനന്ദിച്ചു BJP സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി. ജനവിധി അംഗീകരിക്കുന്നു, പോരായ്മകൾ തിരുത്തും, എവിടെയാണ് പിഴച്ചതെന്ന് പരിശോധിക്കുകയും ചെയ്യുമെന്നും ബാബുലാൽ മറാണ്ടി. जीत की उनको बधाई देता हूं और झारखंड की जनता की जनादेश को मैं सिरोधार्य करता हूं. ജാർഖണ്ഡിലെ പരാജയത്തെ മഹാരാഷ്ട്രയിലെ വിജയം കൊണ്ട് തൽക്കാലം മറയ്ക്കാൻ പ്രയാസപ്പെടുകയാണിവിടെ BJP. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.
പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കം. വഖഫ് നിയമ ഭേദഗതി ബില്ലടക്കം 15 ബില്ലുകൾ സഭാ സമ്മേളനത്തിൽ വരും. വഖഫിന് പുറമെ മണിപ്പൂർ സംഘർഷം, അദാനിക്കെതിരായ US കോടതിയുടെ അറസ്റ്റ് വാറണ്ട് തുടങ്ങിയവ സഭാ സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കും. സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലുള്ള വഖഫ് ബില്ലിൽ വെള്ളിയാഴ്ച റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയനാടിനുള്ള കേന്ദ്ര അവഗണന കേരളത്തിൽ നിന്നുള്ള MP മാർ ഇരുസഭകളിലും ഉന്നയിക്കും. അടുത്ത മാസം 20 വരെയാണ് സഭാ സമ്മേളനം. തിരുവനന്തപുരം മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുണ്ടേല മോഹനന്റെ ആത്മഹത്യയിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി കുടുംബം രംഗത്ത്. വെള്ളനാട് ശശി ഉൾപ്പെടെ ബാങ്കിലെ ചില ജീവനക്കാർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് മോഹനന്റെ ആത്മഹത്യയ്ക്ക് വഴിവെച്ചതെന്നാണ് ആരോപണം. മുണ്ടേല സഹകരണ ബാങ്ക് തകരുമെന്ന് വ്യാജ പ്രചാരണം നടത്തി നിക്ഷേപകരുടെ പണം പിൻവലിപ്പിക്കാൻ ശ്രമിച്ചതിന് പിന്നിലും ഗൂഢാലോചന നടന്നതായി കുടുംബം പറയുന്നു. മുണ്ടേല രാജീവ് ഗാന്ധി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ബാങ്ക് പ്രസിഡന്റ് മുണ്ടേല മോഹനനെ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇതിനു പിന്നാലെയാണ് വെള്ളനാട് ശശിക്കും ബാങ്കിലെ 5 ജീവനക്കാർക്കും എതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. അച്ഛൻ മരിക്കുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ വളരെയധികം മാനസിക സംഘർഷത്തിലാണ് എന്നോട് കുറച്ച് ഓപ്പണപ്പ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെള്ളനാട് ശശി, അതായത് മുൻ കോൺഗ്രസ് നേതാവായിരുന്ന വെള്ളനാട് ശശി ഇപ്പോൾ CPM നേതാവാണ്. അപ്പം പുള്ളിയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയും ആ ബാങ്കിലുള്ള ഒരു 4 ജീവനക്കാരികളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഇതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നോട്. 56 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായിരുന്ന ബാങ്ക് തകരാൻ പോകുകയാണെന്ന് വ്യാജ പ്രചാരണം നടത്തി. ഇതോടെ നിക്ഷേപകർ കൂട്ടമായി എത്തി പണം പിൻവലിച്ചത് മുണ്ടേല മോഹനനെ മാനസികമായി തളർത്തിയെന്നും കുടുംബം ആരോപിക്കുന്നു. അച്ഛൻ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഈ വെള്ളനാട് ശശി അച്ഛനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേരാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനത് വിസമ്മതിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം പുള്ളി ഇങ്ങനെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തുകയും ബാക്കി എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പുള്ളി ഇവിടെ രാജീവ് ഗാന്ധിയിൽ ഇട്ടിരുന്ന ഒരു വലിയൊരു തുക ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, അത് പിൻവലിച്ചിരുന്നു. അപ്പോൾ വെള്ളനാട് ശശി അത് പിൻവലിച്ചിരുന്നു. അതിനുശേഷം ബാക്കി കുറച്ചെന്തോ കൊടുക്കാനുണ്ടായിരുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ എന്നും വരുമായിരുന്നു. എന്നും രാത്രി ഒരു സന്ധ്യ കഴിയുമ്പോഴത്തേക്കും ഒരു ഇരുട്ടിക്കഴിഞ്ഞാൽ പുള്ളി എന്നും അവിടെ ഗേറ്റിൽ വന്ന് കിടന്ന് അടിക്കുകയും തിണ്ണയിൽ തോർത്തു വിരിച്ച് കിടക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി. ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മോഹനൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും വെള്ളനാട് ശശി ബാങ്ക് തകരാൻ ഗൂഢാലോചന നടത്തിയതായി വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. കഴിഞ്ഞ 9-10 മാസമായി കുറെ വാസ്തവവിരുദ്ധമായ പ്രചരണത്തിന്റെ ഭാഗമായി വൻതോതിൽ ഞങ്ങളുടെ നിക്ഷേപം പിൻവലിക്കപ്പെടുകയുണ്ടായി. ഒരു 10 months ബിഫോർ 10 മാസം മുമ്പ് വരെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 56 കോടി നിക്ഷേപം ഉണ്ടായിരുന്ന സംഘമാണ്. ഈ 10 മാസം കൊണ്ട് ഞങ്ങൾ 26 കോടി രൂപ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഞങ്ങളുടെ വിഷയം. അതിന് പിന്നിൽ വലിയൊരു സംഘടിതമായ ഒരു ദുഷ്പ്രചരണമാണ്. അസ്വാഭാവിക മരണത്തിന് അരുവിക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഗൂഢാലോചന സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മോഹനന്റെ കുടുംബം. ന്യൂസ് 18 തിരുവനന്തപുരം. മുനമ്പത്ത് സമരം തുടരുന്നു. മുനമ്പം ഭൂസമരം 43 ദിവസം എത്തി നിൽക്കുമ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുനമ്പം നിവാസികൾ. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് സമരസമിതിയുടെ തീരുമാനം. നവമി ദിനേശ് മുനമ്പത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ ജുഡീഷ്യൽ കമ്മീഷനെ വളരെ ആത്മവിശ്വാസത്തോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുനമ്പം നിവാസികൾ. തങ്ങളുടെ ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ ഈ നിരാഹാര സമരം നിർത്തണമെന്നും ഈ മുനമ്പം നിവാസികളോട് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അത് പൂർണ്ണമായും ഞങ്ങൾക്ക് തിരികെ കിട്ടുന്നതുവരെ ഈ നിരാഹാര സമരം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനവും. ഞങ്ങളുടെ റവന്യൂ അവകാശം പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് കിട്ടുന്നതുവരെ ഞങ്ങൾ ഈ നിരാഹാര സമരം തുടരും. ഞങ്ങൾക്ക് ഞങ്ങളിവിടെ കുടിയേറ്റക്കാരല്ല, കുടിയടപ്പുകാരുമല്ല. ഫറൂഖ് കോളേജിൻ്റെ ഇന്ന് എൻ്റെ മാതാവ് തീരെടുത്തതിൻ്റെ ആധാരമാണ് ഈ കാണുക. സൂം ചെയ്തത് വേണ്ട. എനിക്ക് എൻ്റെ അമ്മ തീരെന്നാണ് ഈ കാണുന്നത്. സത്യം മാത്രമേ ജയിക്കാൻ പാടുള്ളൂ. അതിനു വേണ്ടിയാണ്, സത്യത്തിന് വേണ്ടിയാണ്
ഞങ്ങൾ ഈ നിരാഹാര സമരം ഇവിടെ തുടരുന്നത്. ഈ അന്വേഷണ കമ്മീഷന് ഞങ്ങളുടെ ഓരോ വീടുകളിലും കയറി ഞങ്ങളുടെ ആധാരം പരിശോധിക്കുകയോ അത് ശരിയാണെന്ന് നോക്കേണ്ട ഒരു കാര്യമല്ല. ഇതിൻ്റെ ഒരു കോപ്പി പിന്നെ കുഴുപ്പുള്ളി സബ് രജിസ്റ്റർ ഓഫീസിലുണ്ട്. കൊച്ചി താലൂക്കിൽ ഞങ്ങൾക്ക് പോക്കുവരവ് നടത്തി തണ്ടാപ്പേര് മാറ്റിയതുണ്ട്. 2000 തുടങ്ങി എൻ്റെ അമ്മ എനിക്ക് തന്ന സ്ഥലമാണിത്. അന്ന് തുടങ്ങി ഞാൻ കരമടക്കനാണ്. ഇതുവരെ ഈ 2022 വരെ അടച്ച്. 22 അടച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടച്ചത് വഖഫ് ബോർഡിൻ്റെ പേരിലാണ്. ഞങ്ങൾക്ക് തന്നിരുന്ന ആ റെസിറ്റ്, മലയാളത്തിലുള്ള റെസിറ്റ് എൻ്റെ പേരിലായിരുന്നു. അത് തന്നെ വഖഫ് ബോർഡിൻ്റെ പേരിൽ അവർ ഇംഗ്ലീഷിലും കൊടുത്തിരുന്നു. അങ്ങനെ ഒരു തട്ടിപ്പോ അങ്ങനെയുള്ളത് ഇനി ഉണ്ടാകാൻ പാടില്ല. ജുഡീഷ്യൽ കമ്മീഷൻ ഇതുവരെ നടന്നേക്കണതൊക്കെ നമുക്കറിയാവുന്നതല്ലേ, പല കമ്മീഷനുകളും. ഈ കമ്മീഷൻ ചിലപ്പോൾ സത്യസന്ധതയ്ക്ക് നിൽക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രതീക്ഷയും. എന്തായാലും കൃത്യമായിട്ടുള്ള തെളിവുകളടക്കം നിരത്തിക്കൊണ്ട് തന്നെയാണ് ഈ മുനമ്പൻ നിവാസികൾ ഇപ്പോഴും ഈ സമരത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഒപ്പം ഈ കമ്മീഷനിൽ ചില ആശങ്കയുണ്ടെന്ന് പറയുമ്പോൾ കൂടിയും ഞങ്ങളുടെ അവകാശം അത് തിരികെ കിട്ടുന്നതിന് വേണ്ടി സർക്കാർ ഒപ്പം നിൽക്കും എന്ന പ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ നിയോഗിച്ച കമ്മീഷൻ മുനമ്പത്തെത്തുകയും മുനമ്പൻ നിവാസികളുമായി സംസാരിക്കുകയും ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും മുനമ്പൻ നിവാസികളുടെ ഈ നിരാഹാര സമരം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ആധികാരികമായ ഒരു ഇസ്ലാമിക സംവിധാനമാണ് എന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസരി കാന്തപുരം. പൂർണ്ണമായും ഉടമസ്ഥതയിലുള്ള സമ്പത്ത് ഉപകാരപ്രദമായ ആവശ്യത്തിനു വേണ്ടി ദാനം ചെയ്യുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. റോഡിനു വേണ്ടി നൽകിയ ഭൂമിയിൽ മറ്റൊന്നും ചെയ്യാൻ പാടില്ല. ആ നിയമത്തിൽ മാറ്റം വന്നിട്ടില്ലെന്നും അബ്ദുൽ ഹക്കീം അസരി കാന്തപുരം പറഞ്ഞു. വഖഫ് ആധികാരികമായ ഒരു ഇസ്ലാമിക സംവിധാനമാണ്. പുതിയ നിലപാടുകൾക്ക് ആവശ്യമില്ല. വഖഫ് തൻ്റെ ഉടമസ്ഥതയിലുള്ള, തനിക്ക് പൂർണ്ണമായും ഉടമസ്ഥതയുള്ള ഒരു സമ്പത്ത്, ഭൂമിയോ മറ്റെന്തെങ്കിലും പ്രോപ്പർട്ടിയോ മനുഷ്യോപകാരത്തിനു വേണ്ടി, ദൈവപ്രീതിക്ക് വേണ്ടി ദാനം ചെയ്യുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ളത് എനിക്ക് വഖഫ് ചെയ്യാൻ കഴിയില്ല. ഈ വഖഫ് ചെയ്ത മുതൽ എന്തിനാണെന്ന് വഖഫ് ചെയ്യുന്ന ആൾ തന്നെയാണ് പറയേണ്ടത്. വയനാട്ടിലൊന്നും പറയാതെ കേന്ദ്രം. ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവരെല്ലാം ഓർമ്മയായതോടെ ഒറ്റപ്പെട്ടു പോയവർ അനവധിയാണ് മേപ്പാടിയിൽ. ചൂരൽമല നിവാസിയായിരുന്ന എടത്തൊടി മൻസൂർ അവരിൽ ഒരാളാണ്. ഭാര്യയെയും 2 മക്കളെയും സഹോദരിയെയും ഉമ്മയെയും നഷ്ടമായ മൻസൂർ ഇന്ന് ഒരു അനാഥനെ പോലെയാണ്. ബാക്കി എല്ലാവരും പോയി, 5 പേര് പോയി. ഉമ്മ, പെങ്ങള്, ഭാര്യ, മക്കളൊക്കെ പോയി. അപ്പോൾ ഞാൻ തനിച്ചായി. അപ്പോൾ ഞാനിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആരുമില്ല. പിന്നെ ജ്യേഷ്ഠന്മാരുണ്ട്, 2 ജ്യേഷ്ഠന്മാരുണ്ട്. എങ്കിലും ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഇപ്പം ഞാൻ തന്നെ ഉള്ളൂ, വേറെ ആരുമില്ല. മൻസൂർ പറയുമ്പോൾ വാക്കുകൾ മുറിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഓർമ്മകൾ വേട്ടയാടുന്ന കണ്ണുകൾ ഇടയ്ക്കെല്ലാം നിറഞ്ഞു. മൻസൂറിന്റെ ഭാര്യ നസീറയെയും മക്കളായ മുനവറിനെയും റിൻഷ ഫാത്തിമയെയും സഹോദരി സുമയ്യയെയും ഉമ്മ പാത്തുമ്മയെയും ഉരുൾ കവർന്നെടുത്തു. മകൻ ഡിഗ്രിക്കും മകൾ 4ാം ക്ലാസ്സിലുമായിരുന്നു പഠിച്ചിരുന്നത്. ഉമ്മയുടെ മൃതദേഹം ഇതുവരെ കിട്ടിയിട്ടില്ല. ഹോട്ടൽ തൊഴിലാളിയായിരുന്ന മൻസൂർ അന്ന് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഉമ്മാനെ കിട്ടാണ്ട് ബാക്കി എല്ലാവരും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കിട്ടി. ഇനി ഉമ്മാനെ കിട്ടാണ്ട് ഇല്ല, കാണാൻ പറ്റിയില്ല. ഭാര്യനും മക്കളെയും കണ്ട്, ഭാര്യനും മോനെയും കണ്ട്. മോളെ കണ്ടിട്ടില്ല, പെങ്ങളെയും കണ്ടിട്ടില്ല. മോളെ പിന്നെ ഇവിടെ ആയല്ലോ. അതെ, മറവ് ചെയ്തുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. ബാക്കി 2 പേരും കണ്ട്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. എത്ര കാലം
ഈ വാടക വീട്ടിലെന്നും അറിയില്ല. മൻസൂറിന് പറയാനുള്ളത് ഇത്രമാത്രം. അതന്നെ ഇപ്പോൾ ഭയങ്കര ഇതായിക്കുന്നു, ടെൻഷനായി. കാരണം ഓരും കൈ കഴിഞ്ഞ് പിന്നെ സർക്കാരാണെങ്കിൽ ഇങ്ങനെ എന്താ ഇപ്പം നമ്മളെന്താ ചെയ്യാന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഒരു വീടാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത്. വീട് ഇവിടെ വിട്ട് പറഞ്ഞാൽ ദൂരെ ലോങ് പറ്റില്ല, കുറച്ച് ഇവിടെ കൽപ്പറ്റ മേപ്പാടി ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ലതായിരുന്നു. ജോലി ഇവിടെ അടുത്ത പരിചയക്കാർ എല്ലാവരും നമ്മളെ ഇവിടെ ഉള്ളത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കേന്ദ്ര സർക്കാർ വയനാട് ഉരുൾപൊട്ടലിൻ്റെ നഷ്ടപരിഹാരം നൽകുന്നതിനും അവിടെ സാമ്പത്തിക സഹായം നൽകുന്നതിനും കാണിക്കുന്നത് വളരെ തെറ്റായ സമീപനമാണ്. തികച്ചും ഒരു അവഗണനയാണ് കാണിക്കുന്നത്. മനുഷ്യത്വപരമല്ല അവരുടെ സമീപനം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറന്നിറങ്ങി വന്ന് അവിടെയുള്ള ആളുകളെ ചേർത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അങ്ങനെ പ്രഖ്യാപിച്ചു പോയ പ്രധാനമന്ത്രി അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സാങ്കേതികമായ തടസ്സങ്ങൾ പറഞ്ഞു. വയനാട്ടിൽ 250ഓളം പേർ മരിച്ചു. ഇപ്പോഴും 47 ഡെഡ് ബോഡി തിരിച്ചു കിട്ടാതെ വന്നിരിക്കുന്നു. കിട്ടിയ ഡെഡ് ബോഡികളൊന്നും പൂർണ്ണമായ ഡെഡ് ബോഡികളായിരുന്നില്ല. ശരീരത്തിൻ്റെ അവയവങ്ങൾ കിട്ടിയപ്പോൾ ആ അവയവങ്ങൾ DNA പരിശോധനയ്ക്ക് അയച്ച് സ്വന്തക്കാരാണെന്ന് മനസ്സിലാക്കി ആ അവയവങ്ങൾ സംസ്കരിച്ച് സംതൃപ്തി അടയേണ്ട ഗതികേട് വന്നവരാണ്. അത്രമാത്രം മാനുഷികമായ ബുദ്ധിമുട്ട് അനുഭവിച്ച പ്രദേശമാണ്. അവിടെ സാങ്കേതിക തടസ്സമല്ല വേണ്ടത്. സാങ്കേതിക തടസ്സത്തെക്കാൾ അപ്പുറത്ത് മാനുഷികമായി പരിഗണന വേണ്ടത്. ആ മാനുഷിക പരിഗണന കാണിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന അഭിപ്രായമാണ് ഞങ്ങൾ. പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. 2021 മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകിയ കശുവണ്ടി വ്യവസായിയെ അന്വേഷിച്ച് തിരികെ വിളിച്ചത് 2024 കൊല്ലം ജില്ലാ വ്യവസായ വകുപ്പിൽ നിന്ന് അന്വേഷിച്ച് വിളിവന്നപ്പോഴേക്കും ഫാക്ടറി ജപ്തി ചെയ്തിരുന്നു. ഫാക്ടറി ഉടമ ഡ്രൈവർ ജോലിയിലേക്ക് മാറുകയും ചെയ്തു. കൊല്ലം കേരളപുരം സ്വദേശി ജയചന്ദ്രനാണ് 3 വർഷം മുൻപ് വ്യവസായ വകുപ്പിന്റെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. അതെ, വ്യവസായ ഓഫീസിൽ നിന്ന് വിളിക്കുക സാർ. സാർ ഒരു CMO പോർട്ടലിൽ ഒരു പരാതി കൊടുത്തായിരുന്നല്ലോ. കൊടുത്തായിരുന്നേ. എന്നാ കൊടുത്തായിരുന്നോണം കൂടെ എന്നാ കൊടുത്തിരിക്കുന്ന അറിഞ്ഞൂടെ ഒരു പരാതി വന്നിട്ടുണ്ട്. പരാതി ഞാൻ CM നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തപ്പോ അത് എന്നാ ഡേറ്റ് വേണമെന്ന് പറഞ്ഞേ. പരാതി കണ്ടോണ്ടായിരിക്കുമല്ലോ വിളിക്കുന്നേ. ആന്നാന്ന്. ആ ഡേറ്റ് എന്നാന്ന് നോക്കട്ടെ. ആ ഡേറ്റ് സാർ എഴുതിയിട്ടില്ലല്ലോ. ഡേറ്റ് ബ്ലാങ്ക് ആയി കിടക്കുക. അതെങ്ങനെ ഡേറ്റ് ബ്ലാങ്ക് ആവുന്നേ? നിങ്ങൾക്ക് അവിടെ പരാതി വരുമ്പോ ഒരു ഡേറ്റ് കിട്ടത്തില്ലയോ? ഡേറ്റ് ഇല്ലാതെ എങ്ങനെ? അത് കിട്ടിയത് എക്സാമിൽ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്ന എനിക്ക് ഇന്നാ കിട്ടിയത് സാറേ. അതെങ്ങനെ ഇപ്പം കിട്ടിയപ്പോ ഞാൻ വിളിച്ചതാ. ഇത് 19/15/9 31/8 ഡേറ്റ് ഇട്ടിരിക്കുന്നത്. 31/8 ഇയറാ? ഇയർ 2021. കൊള്ളാം. വ്യവസായ വകുപ്പിൽ നിന്ന് 2021 CM-ന് കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തപ്പോൾ പിന്നെ 2024 ലാസ്റ്റില് വിളിക്കുന്നു. കൊള്ളാം മാഡം. എനിക്കിപ്പം കിട്ടി. ഇപ്പൊ കിട്ടി. എന്നാലും ഒന്ന് ആലോചിച്ച് ഒരു കേരളത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം മാഡം. ഒന്ന് ആലോചിച്ച് നോക്കാം. അല്ല, ഒരാള് ഒരു 21 പരാതി കൊടുത്തിട്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് പിന്നെ ആ മന്ത്രിസഭ മാറിപ്പോയി അടുത്ത മന്ത്രിമാര് വന്നാൽ പോലും ഈ പരാതി കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ വലിയ മോശമാ. ഭയങ്കര മോശമാ ഇതൊക്കെ. നിങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ ഈ സാലറി ഒക്കെ തരുന്ന എന്തിനാ എനിക്കറിയാൻ വയ്യ.
സാർ ഇത് എവിടെ കാഷ്യൂ കമ്പനി എന്ന് പറയാമോ? അതാണ് ഇപ്പൊ പറയുന്നത്. എന്തിനാ ഇപ്പൊ നിങ്ങൾ അത് ഇനി കണ്ടുപിടിക്കുക? ഞാൻ എന്തിനാ ഇനി പറയുന്നത്? ഇത്ര നാള് കഴിഞ്ഞിട്ട് ഈ എന്താ പറയുന്നത്, ഈ വ്യവസായിയുടെ മരണവും കഴിഞ്ഞ് 16 അടിയന്തരം കഴിഞ്ഞ് പിന്നെ 3 വർഷം കഴിയുമ്പോ അതിന്റെ ഒരു ചടങ്ങും കഴിയുമ്പോഴാണ് നിങ്ങൾ വിളിക്കുന്നത്. ശരി, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. ഓക്കെ സാർ ഒന്ന് പറയാമോ? ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക മാഡം. സാർ ഇത്ര സംസാരിച്ചിട്ട് ഒന്ന് പറഞ്ഞാലോ യൂണിറ്റ് എവിടാന്ന്? അല്ല, യൂണിറ്റ് എവിടാന്ന് പറഞ്ഞത് എന്തിനാ എന്താ കാര്യം പറ മാഡം. തരാനാ സാറ്? വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, എത്ര വിചിത്രമാണ്, ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ്. ആ മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു പരാതി നൽകുന്നു, ഈ കമ്പനി ജപ്തിയാകുന്നു, അതിനുശേഷം മുതലാളി എന്ന് പറയുന്ന ജയചന്ദ്രൻ ഡ്രൈവർ ആകുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. ആ വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിളിക്കുകയാണ് 2024 അവസാനം. എന്താണ് ഈ വ്യവസായ വകുപ്പിന്റെ ഉദ്ദേശമെന്ന് ജയചന്ദ്രൻ ചോദിച്ചതിൽ യാതൊരു അത്ഭുതവുമില്ലല്ലോ. രഞ്ജിത്ത്, 2021 ഒരു പരാതി നൽകുന്നു. അതായത് സാമ്പത്തികമായി അദ്ദേഹത്തിൻ്റെ വ്യവസായം തകർന്നു. 1,05,00,000 രൂപ വായ്പ എടുത്ത വ്യക്തിയാണ്. ഏതാണ്ട് പകുതിയിലേറെ തുക അടയ്ക്കുകയും ചെയ്തു. കോവിഡിന് ശേഷമാണ് ഈ വ്യവസായം അപ്പാടെ തകരുന്നത്. കശുവണ്ടി വ്യവസായിയാണ്, വീടിനോട് ചേർന്നാണ് ഈ ഫാക്ടറി നടത്തിയിരുന്നത്. 21 മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോർട്ടൽ വഴി ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. റീസ്ട്രക്ചർ ചെയ്യണമെന്നാണ്. ഈ വായ്പയുടെ കാര്യത്തിൽ മൊറട്ടോറിയമോ അല്ലെങ്കിൽ ബാങ്കുമായി സംസാരിച്ച് അതിനൊരു സാവകാശം എന്ന നിലയ്ക്കുള്ള നടപടികൾ, ഇതിലെന്തെങ്കിലും തുകയിൽ കുറവ് വരുത്താൻ കഴിയുമെങ്കിൽ ആ തരത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലാണ്. വ്യവസായ വകുപ്പിലേക്ക് അത് കൈമാറി എന്നാണ് നമുക്ക് ഈ ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ 2023 അദ്ദേഹത്തെ 24 അതായത് ഒരാഴ്ച മുൻപ് അദ്ദേഹത്തെ വിളിച്ചത് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി ജപ്തി ചെയ്തു പോയിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ചെയ്തു പോയിരിക്കുന്നു. ഏതാണ്ട് 4 വർഷത്തിനടുത്താകുന്നു അദ്ദേഹം ഒരു പരാതി നൽകിയിട്ട് അതിൽ അന്വേഷണം വരുന്നതിന്. കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് നൽകിയ പരാതിയാണ്. അതിലാണ് ഇപ്പോൾ ഒരു അന്വേഷണം വന്നിരിക്കുന്നത്. അത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീടും ഫാക്ടറിയുമായി പ്രവർത്തിച്ചിരുന്ന ഇടങ്ങൾ, അല്ലെങ്കിൽ ആ വീടിനോട് ചേർന്നുണ്ടായിരുന്ന ഫാക്ടറി, ഈ 2 സ്ഥലങ്ങളും ജപ്തി ചെയ്ത് പോയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. അദ്ദേഹം തന്നെ പറയുന്നത്, നേരത്തെ അദ്ദേഹം കൊല്ലത്ത് ഈ കശുവണ്ടിയുടെ വ്യവസായം നടത്തിയിരുന്നപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ആളിന് ഇവിടെ നിന്ന് അത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവിടേക്ക് കയറ്റുമതി ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അന്ന് ഈ തമിഴ്നാട്ടിലെ കുടുംബം സാധാരണ ഒരു കുടുംബമായിരുന്നു, സാധാരണ ചെറിയ രീതിയിൽ വ്യവസായം ചെയ്തു വരുന്നൊരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ ആ തമിഴ്നാട്ടിലെ കുടുംബം അവിടുത്തെ വലിയ വ്യവസായികളായി മാറി. ഇദ്ദേഹത്തിൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് അവരുടെ ഫാക്ടറിയിൽ ഒരു ഡ്രൈവറായി ഇദ്ദേഹത്തിന് ജോലി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ആ ഫാക്ടറിയുടെ ഡ്രൈവറായി ഇദ്ദേഹം, ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ വിളി വരുന്നത്. ജില്ലാ വ്യവസായ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഫോൺ കോൾ വരുന്നു. അതിൽ ചോദിക്കുന്നത്, സാറിൻ്റെ ഒരു അപേക്ഷ ഉണ്ടായിരുന്നല്ലോ, അതിലെന്താണ് നടപടി വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ആദ്യം ഈ തൻ്റെ അപേക്ഷയെക്കുറിച്ച് പോലും ഓർക്കാൻ പറ്റുന്നത്, കാരണം വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു അപേക്ഷയാണ്. ആ അപേക്ഷയിലാണ് ഇങ്ങനെ ഒരു എൻക്വയറി വരുന്നത്. അപ്പോഴേക്കും പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. വീട് പോലും വിട്ടുപോകേണ്ട ഒരു ഘട്ടത്തിൽ. ഇതാണ് നമ്മൾ പറയുന്നത് വൈകി എത്തുന്ന നീതി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം. ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ്, കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യവസായ വകുപ്പിൻ്റെ ഓഫീസിലേക്ക് പോയിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്ന കാര്യം, അവർ ഇപ്പോൾ ബാങ്കുമായി ഇടപെടാം, കാനറ ബാങ്കാണ്, ബാങ്കുമായി ഇടപെടാം എന്നൊരു ഉറപ്പ് നൽകിയെന്നാണ്. പക്ഷേ ഇവിടെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അദ്ദേഹം ഒന്നാമത്തെ പിണറായി സർക്കാർ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞത്, ഒരു ഫയലിൽ ഒരു ജീവിതമാണ് ഉള്ളതെന്ന് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ. അതാണ് വി വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2021 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ ഒരു പരാതിക്ക് ജില്ലാ വ്യവസായ വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് വ്യവസായിക്ക് വിളി വരുന്നത് 2024 അവസാനം. നമുക്കിനി ശരണപാതയിലേക്ക്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മണ്ഡലകാലം ആരംഭിച്ച് 10ാം നാളിലേക്ക് എത്തുമ്പോൾ ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം തുടരുന്നു. വ്യാഴാഴ്ച മുതൽ തീർത്ഥാടകരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു. മണ്ഡലപൂജയ്ക്കായി നട തുറന്ന ശേഷമുള്ള വലിയ തിരക്കിനാണ് സന്നിധാനം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ന് ഉച്ചവരെ 30,000 ഭക്തരാണ് ദർശനം നടത്തിയത്. ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ തിരക്ക് വെള്ളിയാഴ്ചയാണ് അനുഭവപ്പെട്ടത്. 87,216 പേർ ദർശനം നടത്തി. ഇന്നലെ 73,977 തീർത്ഥാടകർ എത്തി. മണ്ഡലകാലത്തെ ആകെ തീർത്ഥാടകരുടെ എണ്ണം 6,12,290 ഉയർന്നു. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്താണ് ഏറിയ ആളുകളും തീർത്ഥാടനത്തിനെത്തുന്നത്. 10% താഴെ തീർത്ഥാടകരാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തുന്നത്. 12 വിളക്ക് കഴിയുന്നതോടെ കൂടുതൽ മലയാളി തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങും.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. IPL മത്സരങ്ങളോളം ആവേശം നിറയുന്ന IPL താരലേലം ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടക്കുന്ന താരലേലത്തിൽ 577 താരങ്ങളുടെ അന്തിമ പട്ടികയാണ് BCCI പരിഗണിക്കുന്നത്. ഇവരിൽ നിന്ന് 10 ഫ്രാഞ്ചൈസികളിലേക്കായി പരമാവധി 206 കളിക്കാരെയാണ് ലേലത്തിലൂടെ കണ്ടെത്തുക. പെർത്ത് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ കൂറ്റൻ ലീഡിലേക്ക്. യശസ്വി ജയസ്വാളിന്റെ സെഞ്ചുറിയും വിരാട് കോഹ്ലിയുടെയും KL രാഹുലിന്റെയും അർദ്ധ സെഞ്ചുറിയുമാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് നയിച്ചത്. ജയസ്വാൾ 161 റൺസ് നേടിയപ്പോൾ രാഹുൽ 77 റൺസ് എടുത്തു. ഒന്നാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 201 റൺസ് കുറിച്ചു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 400 എന്ന നിലയിലാണ്. വിരാട് കോഹ്ലിയും വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കാണാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7280, പവന് 58,240. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6020, പവന് 48,160. സ്വർണം വെള്ളി ഗ്രാമിന് 99, കിലോയ്ക്ക് 99,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.